ഹായോ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മോഡേൺ ഇന്ത്യനെ കുറിച്ചിട്ടാണ്. പ്രിലിംസിനും മെയിൻസിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GS1 ഒരു ടോപ്പിക്കാണ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മോഡേൺ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻസിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് മോഡേൺ ഹിസ്റ്ററി എന്ന് വരും. പ്രിലിംസിനും അതേപോലെ ഭാഗങ്ങൾ ഇപ്പോൾ 1857 റിവോൾട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും മോഡേൺ ഹിസ്റ്ററിന്നാണ്. അപ്പൊ ഈ മോഡേൺ ഹിസ്റ്ററി എങ്ങനെയാണ് ടോപ്പിക് വൈസ് മൈക്രോ ടോപ്പിക്സ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ട് പറയുന്നത് ബിഫോർ 1857 എന്നുള്ള കുറിച്ചാണ്. അപ്പൊ 1857 മുന്നേ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. ദെൻ 1857 റിവോൾട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഏർലി നാഷണലിസത്തിനെ കുറിച്ച് പഠിക്കാറുണ്ട്. മാർച്ച് ടുവാർഡ്സ് ഫ്രീഡം കിട്ടാൻ വേണ്ടി ഉണ്ടായിരുന്ന മാർച്ചുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ടുവാർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഫ്രീഡത്തിന് കിട്ടിയ ശേഷം ആ അച്ചീവ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ പഠിക്കാനുണ്ട്. വെൽവെൻ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, മൗണ്ട് ബാറ്റൻ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ട്രെൻഡ്സ് ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ പഠിക്കാനുണ്ട്. ഫ്രീഡം സ്ട്രഗിൾസിന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. സോ ഇത്ര ടോപ്പിക്സ് ആണ് മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്നത്. സോ മോഡേൺ ഹിസ്റ്ററി അത്യാവശ്യം മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചും അല്ലെങ്കിൽ 1857 റിവോൾട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ എല്ലാവരും സിലബസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദെൻ ഈ ടോപ്പിക്സ് നല്ലപോലെ ഇതിന്റെ ഡീപ്പായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ.